ഇന്ന് നമ്മൾ എങ്ങനെയാണ് നല്ല പഞ്ഞിക്കെട്ട് പോലെയുള്ള ഇഡ്ഡലി റെഡിയാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത്. 2-3 ടിപ്സ് മാത്രം ഫോളോ ചെയ്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ടിപ്സാണ്, അത് മാത്രം ഫോളോ ചെയ്താൽ മതി. നല്ല തട്ടുകടയിലെ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള തുമ്പപ്പൂ പോലെയുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതിനായിട്ട് ഞാൻ ചെയ്യുന്ന 3 ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ആദ്യം തന്നെ ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമ്മൾ ഒരു കപ്പിന് 3 കപ്പ് പച്ചരിയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മൾ പച്ചരി എടുക്കുമ്പോൾ നല്ല പച്ചരി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇഡ്ഡലി അരി എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതില്ലെങ്കിൽ നല്ല പച്ചരി എടുക്കുക കേട്ടോ. ഇങ്ങനെ 3-1 എടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ അരി ഒരു സൈഡിൽ മൂടി വയ്ക്കുന്നുണ്ട്. ഉഴുന്ന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലതുപോലെ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അരയ്ക്കുമ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വച്ചിട്ട് അരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ ഉഴുന്നൊന്നും ചൂടാവില്ല കേട്ടോ. അങ്ങനെ അരയ്ക്കാൻ നേരത്തെ രാത്രി ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ. ആദ്യം ഉഴുന്നാണ് അരച്ചെടുക്കുന്നത്. ഉഴുന്നിൻ്റെ വെള്ളം വച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ മൊത്തം ഈ മാവും അരച്ചെടുക്കുന്നത്. ആദ്യം ഉഴുന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഉഴുന്നിലുള്ള ബാക്കിയുള്ള വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല പേസ്റ്റ് പോലെ ഉഴുന്ന് അരച്ചെടുക്കുക. അതിനുശേഷം ഒരു മരത്തിൻ്റെ തവി കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്പാച്ചുല കൊണ്ടോ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മാവ് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇത് ഉഴുന്ന് മാത്രമാണ് കേട്ടോ ബീറ്റ് ചെയ്യണത്. ഇങ്ങനെ നല്ലതുപോലെ കുറച്ച് സമയം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇഡ്ഡലി നല്ല തുമ്പപ്പൂ പോലെ നല്ല സോഫ്റ്റായിട്ട് പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നൊരു ടിപ്പാണിത്. നല്ലതുപോലെ ബീറ്റ് ചെയ്യും കേട്ടോ. കുറച്ചൊരു 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് നല്ല പത പോലെ ആക്കിയെടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ അരി അരച്ചെടുക്കാൻ പോവാണ്. ഞാൻ ഈ ഉഴുന്ന് കുതിർത്തിയ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ അരി അരച്ചെടുക്കുന്നത്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, ഉഴുന്ന് കുതിർത്തിയ വെള്ളം. എന്നിട്ട് 2 ബാച്ചായിട്ടാണ് അരി അരച്ചെടുക്കുന്നത്. ഉഴുന്ന് കുതിർത്തിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അടിച്ചതിന് ശേഷം അടിച്ചിട്ട് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ്. നമ്മൾ ഉഴുന്നെടുത്ത അതേ അളവിൽ തന്നെ 1 കപ്പ് ചോറാണ് കേട്ടോ എടുക്കുന്നത്. ഞാനിവിടെ കുത്തരിയുടെ ചോറാണ് എടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ ഞാൻ പകുതി ചോറിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ബാച്ചിൽ ഞാൻ ബാക്കി പകുതി ചോറുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഉഴുന്ന് കുതിർത്തിയ വെള്ളം തികഞ്ഞിട്ടില്ലെങ്കിൽ ബാക്കി നമുക്ക് സാധാ വെള്ളം എടുക്കാം. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത ടിപ്പ്, നമ്മൾ കൈകൊണ്ട് തന്നെ ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഇതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത്. ഇനി കൈകൊണ്ട് മിക്സ് ചെയ്യാൻ മടിയുള്ളവർക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം കേട്ടോ. പക്ഷേ കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങാനായിട്ട് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യുക തന്നെയായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യണ അടുത്ത ടിപ്പാണ്, ഒന്നല്ലെങ്കിൽ ഇതുപോലെ റൈസ് കുക്കറിൻ്റെ ഉള്ളിലായിട്ട് ഇറക്കി വയ്ക്കുക. അല്ലെങ്കിൽ ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് വിസിലില്ലാതെ അടച്ചു വയ്ക്കുക കേട്ടോ. കുക്കറിൻ്റെ ഉള്ളിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് നമ്മുടെ മാവ് ഇറക്കി വയ്ക്കുക. എന്നിട്ട് മൂടി വയ്ക്കുക കേട്ടോ. ഇനി രാവിലെ നോക്കിയപ്പോൾ നമ്മുടെ മാവ് നല്ലതുപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ റൈസ് കുക്കറിലാണ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണം വലിയ പാത്രം ആയതുകൊണ്ട് ഞാൻ റൈസ് കുക്കറിലാണ് കേട്ടോ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് രാവിലെ എടുത്തപ്പോൾ നല്ല സോപ്പ് പത പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എൻ്റെ മാവ് എത്രത്തോളം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല പത പോലെയാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞി പോലെ കിട്ടും കേട്ടോ. ഇനി ഞാൻ ചെയ്യണ അടുത്ത ടിപ്പാണ്, ഞാൻ ബട്ടറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എണ്ണ തേച്ച് കൊടുത്താലും നമ്മുടെ ഇഡ്ഡലി തട്ടിയിൽ നിന്ന് പെട്ടെന്നൊന്നും സൈഡിൽ നിന്നൊന്നും വിട്ടുപോരില്ല കേട്ടോ. ഞാനപ്പോൾ ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത്. ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബട്ടർ തേച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കൈകൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി അടർത്തി മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാവൊഴിച്ച് കൊടുക്കുക. മാവൊഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു 3/4 ഭാഗത്തോളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി പുറത്തേക്ക് ചാടിപ്പോവും കേട്ടോ. അപ്പോൾ നല്ലപോലെ ചൂടായ വെള്ളത്തിൻ്റെ മുകളിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇഡ്ഡലി പാത്രം ആദ്യം തന്നെ വെള്ളം ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ വെക്കുവാണെങ്കിൽ നല്ലതുപോലെ നമ്മുടെ ഇഡ്ഡലി പൊന്തി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് 6 മിനിറ്റൊക്കെ മതി കേട്ടോ നമ്മുടെ ഇഡ്ഡലി വെന്ത് കിട്ടാനായിട്ട്. കാരണം നല്ലതുപോലെ നല്ല പത പോലെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഇഡ്ഡലി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അങ്ങനെ ഒരു 5-6 മിനിറ്റിന് ശേഷം നമ്മുടെ ഇഡ്ഡലി നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നല്ല സാമ്പാറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇഡ്ഡലിയും നല്ല സാമ്പാറും കൂട്ടി കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ.
തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈകൊണ്ട് തന്നെ ഇത് അടർത്തി മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഇതൊന്ന് തണുക്കാനായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ഇഡ്ഡലി എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് അടർത്തി മാറ്റിയെടുക്കാം കേട്ടോ. ഇങ്ങനെ കൈകൊണ്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ബട്ടർ തേച്ച് കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി സോഫ്റ്റ് ആവാനായിട്ടുള്ള 2-3 ടിപ്സാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഒന്ന്, ആദ്യം തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ ഉഴുന്ന് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഉഴുന്ന് അരച്ചതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ കൈകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ റൈസ് കുക്കറിലോ ഒക്കെ ഇറക്കി വയ്ക്കുക. അപ്പോൾ എത്ര തണുപ്പിലാണെങ്കിലും നമ്മുടെ ഇഡ്ഡലി ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ പൊങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാത്തവർ ഒന്ന് പോയി കണ്ടതിന് ശേഷം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.